നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായിട്ടുള്ള പരിശോധനകൾ ഓടിപ്പിടിച്ച് അന്വേഷണ സംഘം ഓരോ അറസ്റ്റും നടത്തുന്ന നീക്കങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചെറുകിട വിൽപ്പനക്കാർ മാത്രമല്ല, നമ്മൾ സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് മുഖ്യധാര മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്ന വലിയ സെലിബ്രിറ്റികളും ഇതിന്റെ കാരിയേഴ്സ് ആണ് എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിന് പ്രധാനമായിട്ടും രണ്ട് വിവാദങ്ങളാണ് അടിസ്ഥാനമായിട്ട് ഉള്ളത് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആഭ്യന്തരമന്ത്രി വളരെ നിർണായകമായിട്ട് നടപടിയെടുക്കേണ്ടുന്ന രണ്ട് വിഷയങ്ങളാണ് ഇത് രണ്ടും. തികച്ചും വ്യക്തിപരമാണ് എന്ന് തോന്നുന്നതാണെങ്കിലും ഈ രണ്ട് വിവാദങ്ങളിലും ഉൾപ്പെടുന്നത് ഈ ലഹരി മാഫിയ സംഘങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. പറഞ്ഞു വന്നത് യൂട്യൂബർ തൊപ്പിയുടെ മായി ബന്ധപ്പെട്ടുള്ള വിവാദവും റസൂൽ പൂക്കുട്ടി സജന എന്ന് പറയുന്ന നടിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദവും തന്നെയാണ്. കഴിഞ്ഞ ദിവസം സജനയും അവരുടെ ഭർത്താവും തമ്മിലുള്ള ഒരു പ്രശ്നത്തെ ചൊല്ലിയുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു ഓൺലൈൻ മീഡിയ വഴി അവർ പ്രതികരണങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു പോഡ്കാസ്റ്റ് നടക്കുന്നു. ആ പോഡ്കാസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ആഭ്യന്തരമന്ത്രിക്ക് നടപടിയെടുക്കേണ്ടത് തന്നെ എന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. അധികം ആരും ശ്രദ്ധിക്കില്ല എന്ന് തോന്നുന്ന തരത്തിലാണ് അവർ പ്രസ്താവനകൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ പറയുന്നതാണെങ്കിലോ വലിയ രീതിയിൽ ഈ പറയുന്ന ലഹരി മാഫിയ സംഘങ്ങളെ കുറിച്ചും, അതായത് സജനയുടെ വ്യക്തിപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വെച്ചത് മുഴുവൻ ലഹരി മാഫിയ സംഘത്തെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇതിന്റെ വസ്തുത എന്താണ് എന്നത് അന്വേഷിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലാണ്, തലസ്ഥാന നഗരിയിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ സജന അവരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഇൻസിഡന്റിനെ കുറിച്ച് പറയുകയാണ്. അതായത് സജനയുടെ കുറച്ച് സുഹൃത്തുക്കൾ തിരുവനന്തപുരത്ത് വരുന്നു. തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്തിനടുത്ത് ഒരു വീടുണ്ട്, വാടകയ്ക്ക് ഒരു വീട് എടുത്തിട്ടുണ്ട്. ആ വീട്ടിലേക്കാണ് ഈ സജനയുടെ സുഹൃത്തുക്കൾ വരുന്ന സുഹൃത്തുക്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിയാസന എന്ന് പറയുന്ന ബിഗ് ബോസ് താരം, അതോടൊപ്പം തന്നെ മറ്റു ചില ബിഗ് ബോസ് താരങ്ങളും ദിയാസനയുടെ ഒരു സുഹൃത്തും എന്നുള്ള തരത്തിലാണ് വരുന്നത്. ഇവർ തൻ്റെ വീട്ടിൽ സമയം ചിലവിടണമെന്ന് പറഞ്ഞു വന്നു. പക്ഷേ അതിനുശേഷം അവിടെ നിന്ന് സജന കാണുന്നത് ദിയ ഉൾപ്പെടെ ലഹരി വസ്തുക്കൾ, പ്രത്യേകിച്ച് പേര് പറയുകയാണെങ്കിൽ MDMA പോലുള്ള ചില ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു എന്നുള്ള കാര്യമാണ്. അങ്ങനെ ആ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം ദിയയോട് ഇറങ്ങിപ്പോകാൻ പറയാൻ മടിയുള്ളത് കൊണ്ട് മിണ്ടാതിരുന്നു. പിന്നീടും ഇവർ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ളത് മനസ്സിലായതോടെ, അല്ലെങ്കിൽ ഏർപ്പെടാൻ തൻ്റെ വീട്ടിലേക്ക് വരും എന്ന് മനസ്സിലായതോടെ സജന അതിനെതിരെ റിയാക്ട് ചെയ്തു എന്നും, അപ്പോൾ ദിയ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഇത് തങ്ങളുടെ വരുമാന മാർഗമാണ് എന്ന തരത്തിലാണ് എന്നൊക്കെയാണ് സജന പറഞ്ഞു വെക്കുന്നത്. അതായത് നമ്മൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സ് ഒരു വലിയ സമൂഹത്തിന് മാതൃകയാണ് എന്ന് പറയുന്ന ആളുകൾ നടത്തുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ലഹരി വിൽക്കുക, അല്ലെങ്കിൽ അത് മറ്റുള്ള ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്നുള്ള കാര്യമാണ് എന്നുള്ളതാണ്. എന്തായാലും ആഭ്യന്തരമന്ത്രി ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണം എന്നുള്ള ഒരു ആവശ്യം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പൊതുവെ ഉയർന്നു വരുന്നു. അതോടൊപ്പം തന്നെ യൂട്യൂബറായിട്ടുള്ള തൊപ്പിയും സംഘവും നടത്തുന്ന വാക്പോരുകൾ, ഇതിനിടയിലും നടക്കുന്നത് സമാന രീതിയിലുള്ള സംഭവങ്ങളാണ്. അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് അവർ പരസ്പരം കരിവാരി തേക്കാൻ വേണ്ടി ഓരോന്നും തുറന്നു പറയുമ്പോൾ പുറത്തേക്ക് വരുന്നത് എന്താണ്? ലഹരി മാഫിയ സംഘങ്ങളുമായിട്ട് ഇത്തരം ഗ്യാങ്ങുകൾക്കുള്ള ഏറ്റവും വലിയ അടുപ്പവും ലഹരി വസ്തുക്കൾ അവർ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളുമാണ്. തൊപ്പിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇപ്പോൾ അന്വേഷണ സംഘം പ്രത്യേകമായിട്ട് ഒരു അന്വേഷണം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ പരിശോധിച്ച് തുടങ്ങിയിട്ടുണ്ട്. തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ കേസെടുക്കാൻ ഉതകുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോകും എന്ന് പോലീസും സൂചനകൾ നൽകുന്നു. തൊപ്പിയുടെ MRS ഗ്യാങ് തെറ്റിപ്പിരിഞ്ഞതോടെയാണ് പരസ്പര ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ എല്ലാം തുടങ്ങുന്നത്. ഇത്തരത്തിൽ തൊപ്പിയും സംഘവും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നത്. തൊപ്പിയും സംഘവും ചെയ്തു കൂട്ടിയത് ഗുരുതര കുറ്റകൃത്യങ്ങളാണ് എന്ന് പ്രത്യക്ഷത്തിൽ വ്യക്തമാണ്. ലഹരി ഉപയോഗവും ലൈംഗിക ചൂഷണവും പോക്സോ കുറ്റകൃത്യങ്ങളും അടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇയാൾക്കെതിരെ ഉയർന്നിരിക്കുന്നത്. തൊപ്പിക്കും സംഘത്തിനുമെതിരെ അന്വേഷണം വേണമെന്ന ആവശ്യങ്ങൾ ശക്തമായതോടെ പോലീസും നടപടി
തുടങ്ങി. അഭിഭാഷകനായിട്ടുള്ള ശ്രീജിത്ത് പെരുമന ആഭ്യന്തരമന്ത്രിക്കും പോലീസ് മേധാവിക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൈബർ വിഭാഗത്തിനും പിന്നീട് തൊപ്പിയും സംഘവും താമസിച്ചിരുന്ന കളമശ്ശേരി സ്റ്റേഷൻ പരിധിയിലെ ആ ഒരു സ്ഥലത്തേക്കുള്ള അന്വേഷണവും കൈമാറേണ്ടതായിട്ട് വന്നു. ഇതിനാലാണ് സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ അടക്കം പരിശോധിച്ചുകൊണ്ട് പ്രാഥമിക നടപടികൾ ഉണ്ടായത് എന്ന് പോലീസും സൂചന നൽകുന്നു. പുറത്തു വന്ന വിവരങ്ങൾ എന്തെങ്കിലും തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ കേസെടുക്കുന്നതിനടക്കമുള്ള ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേ പോലീസിനോടും ആഭ്യന്തരത്തിനോടും ഇപ്പോൾ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള ലഹരി മാഫിയ സംഘങ്ങളെ കുറിച്ചുള്ള ഒരു സൂചനയാണ് സജ്ന ഫിറോസ് വാക്കുതർക്കങ്ങൾക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെയും കൃത്യമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതായത് സജ്ന ഇത്തരത്തിൽ ഈ പറയുന്ന തന്റെ സുഹൃത്തുക്കൾക്കെതിരെയുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ ഫിറോസ് ഖാൻ എന്ന് പറയുന്ന അയാളുടെ മുൻ ഭർത്താവ്, സജ്നയുടെ മുൻ ഭർത്താവ് നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലും സമാന രീതിയിൽ ലഹരി മാഫിയ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഏറ്റവും വലിയ സിനിമാ സെറ്റുകളിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ഇത്തരം പ്രവർത്തകർ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇവരുടെയൊക്കെ കരിവാരിത്തേക്കൽ. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പ് ഈ പറയുന്നത് പോലെ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ മാത്രമല്ല ഇത്തരം മേഖലകളിലേക്ക് കൂടെ അന്വേഷണം വ്യാപിപ്പിക്കണം എന്നുള്ളതാണ് ജനങ്ങളുടെ ഒരാവശ്യം. അതേസമയം മറുവശത്ത് ഓപ്പറേഷൻ തൂഫാൻ അത് വലിയ രീതിയിൽ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഓപ്പറേഷൻ തൂഫാനിൽ 10 കോടിയിൽ അധികം രൂപയുടെ നിരോധിത വസ്തുക്കൾ പിടികൂടിയിട്ടുണ്ട് എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു കഴിഞ്ഞു. 2500-ലധികം കേസുകളിലായിട്ട് 2778 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെ ഓപ്പറേഷന്റെ പ്രവർത്തനം വിപുലീകരിക്കും എന്നും ആഭ്യന്തരമന്ത്രി സൂചന നൽകുന്നു. ഈ മാസം 26-ന് എല്ലാ മണ്ഡലങ്ങളിലും ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും നടൻ മോഹൻലാൽ പ്രചാരണത്തിന്റെ മുഖമായി മാറുമെന്നും ചെന്നിത്തല സൂചിപ്പിച്ചു. ഓപ്പറേഷൻ തൂഫാൻ വളരെ വിജയകരമായി മുന്നോട്ടു പോകുന്നു. 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി വസ്തുക്കളാണ് ഇതിനോടകം തന്നെ പിടികൂടിയിരിക്കുന്നത്. 2500-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇതിൽ നിന്നെല്ലാമായി 2778 പേർ അറസ്റ്റിലായി. ലഹരി വസ്തുക്കൾ കേരളത്തിന് പുറത്തു നിന്നും വരുത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ലഭ്യമായിട്ടുണ്ട്. ഇത് തടയുന്നതിന് എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ചർച്ചകൾ നടന്നു കഴിഞ്ഞുവെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഓപ്പറേഷൻ വിജയകരമാകുന്നതിനായി കേന്ദ്ര ഏജൻസികൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനായി ഒരു പ്രത്യേക പാക്കേജ് തയ്യാറാക്കേണ്ടതുണ്ട്. പ്രവർത്തനങ്ങളിൽ ചെറിയ മാറ്റങ്ങളെല്ലാം കൊണ്ടുവരും. കൂടുതൽ ശാസ്ത്രീയമാക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഡോഗ് സ്ക്വാഡ് സഹായം ഉൾപ്പെടെയുള്ളവ തേടുമെന്നും ആഭ്യന്തരമന്ത്രി സൂചനകൾ നൽകുന്നു. കഴിഞ്ഞ ദിവസം നടൻ മോഹൻലാൽ തൂഫാൻ വാരിയറായി എന്നും കൂടുതൽ സിനിമാ പ്രവർത്തകർ വരും ദിവസങ്ങളിലും ഇതിന്റെ ഭാഗമാകുമെന്നും അദ്ദേഹം സൂചന നൽകി. ഉപയോഗമുണ്ട് എന്ന് തോന്നിയാൽ ഏത് കാരവാനും സംഘം പരിശോധിക്കും എന്ന് വ്യക്തമാക്കുകയാണ്. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും ബോട്ടുകളിലും പരിശോധനകൾ ശക്തമാക്കും. ലഹരി വസ്തുക്കളുടെ ഉറവിടം കണ്ടെത്തുന്നതിനുള്ള നടപടിയുണ്ടാകും. ലഹരി കേസിലെ പ്രതികൾ ആരും തന്റെ സ്റ്റാഫിലില്ലെന്നും തൂഫാനെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നീക്കാൻ നടക്കുന്ന ആരോപണങ്ങളാണ് അത്തരമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. നവകേരള യാത്രക്കിടെ ആലപ്പുഴയിലെ ഗൺമാൻമാരുടെ മർദ്ദനവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണത്തിൽ ഇടപെട്ടിട്ടില്ല എന്നും ഇതേസമയം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. പോലീസ് എന്തായാലും ശക്തമായിട്ടുള്ള നടപടികൾ നടത്തുമ്പോൾ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി 15 ദിവസത്തിനകം 10 കോടിയിലേറെ വിലയുള്ള ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട് എത്രമാത്രം അധപ്പതിച്ചു പോയി എന്നത് വ്യക്തമാക്കുന്നതാണ്. 1.589 കിലോ MDMA-യും 146.45 കിലോ കഞ്ചാവും 464.045 ഗ്രാം ഹാഷിഷ് ഓയിലും 380.439 ഗ്രാം ബ്രൗൺ ഷുഗറും 11 LSD സ്റ്റാമ്പുകളും അടക്കമാണ് നിലവിൽ തൂഫാന്റെ ഭാഗമായിട്ട് അന്വേഷണ സംഘം പിടിച്ചെടുത്തിരിക്കുന്നത്. 2575 കേസുകളിലായിട്ട് 2778 പേർ അറസ്റ്റിൽ. ഇന്റലിജൻസ് ബ്യൂറോ അടക്കം കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെ ഉറവിടം കണ്ടെത്തി ലഹരി എത്തുന്നതിന്റെ ഏകദേശ രൂപം പോലീസിന് ലഭ്യമായി കഴിഞ്ഞു എന്നും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിക്കുന്നു. ലഹരിയെ പൂർണ്ണമായി തിരുത്താവുന്ന തരത്തിലുള്ള തൂഫാനിൽ മാറ്റം വരുത്തും. ലഹരി വസ്തുക്കൾ കണ്ടെത്താൻ പോലീസ് നായ്ക്കൾക്കടക്കം പരിശീലനം. കേന്ദ്ര സംസ്ഥാന ഏജൻസികളുമായി ചേർന്ന് മൾട്ടി ഡിജിറ്റൽ ഇന്റഗ്രേഷൻ പ്രൊജക്ട് നടപ്പാക്കും. അയൽ സംസ്ഥാനങ്ങളിലെ DGP-മാരുടെ യോഗം അടുത്ത മാസം ചേരുന്നതായിരിക്കും. കര, കടൽ, ആകാശമാർഗം എന്നിവയിലൂടെയുള്ള ലഹരി എത്തിക്കുന്ന
ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കും എന്നുള്ളതാണ് ലക്ഷ്യം. വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും പരിശോധനകൾ ശക്തം. ലഹരി പിടികൂടാനുള്ള തൂഫാൻ സ്ട്രൈക്സ് ഇരകളുടെ ചികിത്സയ്ക്കും പുനരധിവാസത്തിനുള്ള കെയർ നടന്മാർ അണിനിരത്തി വാരിയേഴ്സ് എന്നിങ്ങനെ 3 ഘട്ടങ്ങളായിട്ടായിരിക്കും പദ്ധതികൾ മുന്നോട്ട് പോകുന്നത്. ഏതു വിധേനയും കേരളത്തിലെ ലഹരി മാഫിയ സംഘങ്ങളെ പിടികൂടി അവയെ ഇല്ലാതാക്കും എന്നുള്ള ഉറപ്പ് നൽകുമ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കാണുന്ന സെലിബ്രിറ്റി ഇൻഫ്ലുവൻസേഴ്സിനെ കൂടെ ബന്ധപ്പെടുത്തി വേണം അന്വേഷണം നടത്താൻ എന്നുള്ള ഒരു കാര്യം കൂടെയാണ് പറയാനുള്ളത്.